ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ സിനിമയിലൊക്കെ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഈ സംസ്ഥാന കലോത്സവത്തിൽ ഇങ്ങനെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ശേഷം എനിക്ക് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു 10 മിനിറ്റ് ആണ്. ആ 10 മിനിറ്റിന്റെ അവസാന ഭാഗം മ്യൂസിക് ഓപ്പറേറ്റർ ഓഫ് ആക്കുകയാണ് ചെയ്തത്. അത്രയും നമുക്ക് ഭയങ്കര വിഷമമാണ് തോന്നിയത്. അത്രയും സില്ലി ആയിട്ടാണ് അവർ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര വിഷമം തോന്നി അത് കണ്ടപ്പോഴും, മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോഴേ. പക്ഷെ നമുക്ക് എന്നിട്ടും അത് അവർക്ക് കളിക്കാനും പറ്റില്ല. അത്രയും അവിടുന്ന് തള്ളിക്കളയണം എന്നുള്ളൊരു ഉറപ്പിലായിരുന്നു അവിടെ എല്ലാവരും എന്നുള്ളതാണ്. ഒരു നൃത്തകല അഭ്യസിക്കുക, അതിൽ പ്രാവീണ്യം നേടുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. അതിനു പിന്നിൽ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും കഥകൾ പറയാനുണ്ടാവും. ഒരു സ്കൂൾ കുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ കലോത്സവങ്ങളിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ നൃത്തം ചവിട്ടുക എന്നത് ഏറ്റവും വലിയ ഒരു ആഗ്രഹ സഫലീകരണമാണ്. എന്നാൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജില്ലയിലും സബ് ജില്ലകളിലുമൊക്കെ തഴയപ്പെട്ടു പോകുന്നവരുടെ കഥകളും കണ്ണീരും നമ്മൾ ഒരുപാട് കാണാറുണ്ട്. മിക്ക സംസ്ഥാന കലോത്സവ വേദികളിൽ അവരുടെ കണ്ണീരും നമ്മൾ കാണാറുണ്ട്. 64ാമത് കേരള സംസ്ഥാന കലോത്സവത്തിൽ കുച്ചിപ്പുടി വളരെ മനോഹരമായി സ്റ്റേജിൽ അവതരിപ്പിച്ച് ക്ഷീണിച്ചൊരു നർത്തകി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. കുറച്ച് പറയാനുണ്ട് ഏറെ അല്ലേ? എൻ്റെ പേര് ഹരിചന്ദന. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എറണാകുളം സെൻറ്റ് മേരീസ് CGHSS എന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കുച്ചിപ്പുടി മത്സരത്തിൽ എനിക്ക് 2ാം സ്ഥാനമാണ് ലഭിച്ചത്. അപ്പം ഞാൻ ഡയറക്റ്റ് അപ്പീൽ വഴി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയാണ്. ഞാൻ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ എൻ്റെ പെൻഡ്രൈവ് അവർ ഓഫ് ചെയ്യുകയുണ്ടായി. മ്യൂസിക് ഓപ്പറേറ്റർ, അതായത് എനിക്ക് അത്രയും നാളത്തെ പ്രാക്ടീസിന് ശേഷം എനിക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു 10 മിനിറ്റാണ്. ആ 10 മിനിറ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് ആ മ്യൂസിക് ഓപ്പറേറ്റർ പാട്ട് ഓഫ് ചെയ്യുകയുണ്ടായി. അപ്പം ഞാൻ ആ ഭാഗം വെച്ച് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് അങ്ങോട്ട് എൻ്റെ പ്രകടനം പിന്നെ ഞാൻ അങ്ങോട്ട് മുഴുവിപ്പിച്ചില്ല. ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തരാണ്ട് അവരത് ഓഫാക്കി കളഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. കാരണം നമ്മൾ ഇത് ഇത്രയും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോഴാണ് നമുക്കിത് ശരിക്കും ഇതിൻ്റെ പിറകെ പോയപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത്. കാരണം ഈ വർഷം ഭരതനാട്യത്തിന് സബ് ജില്ലയിൽ വന്നപ്പോൾ തന്നെ 2 ഫസ്റ്റായിരുന്നു അനൗൺസ് ചെയ്തത്. അതായത് നമ്മുടെ മാനുവൽ ഇല്ലാത്തൊരു കാര്യമാണ് 2 ഫസ്റ്റ് അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു കുട്ടിക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ഫസ്റ്റ് അവിടെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വണ്ടർ അടിച്ചു. ജില്ലയിൽ കളിച്ചതും നമ്മൾ അവിടെ കണ്ടവരെല്ലാം വളരെ നന്നായി ചെയ്തു എന്ന് തന്നെയാണ് വന്ന് പറഞ്ഞത്. ഇവൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി പേര് ഇവളെ സപ്പോർട്ട് ചെയ്ത് പറയുകയൊക്കെ ചെയ്തിട്ട് അത്രയും നന്നായി കളിച്ചിട്ടും എങ്ങനെ കിട്ടിയില്ല, ഇതെന്താ, അതിൽ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പീൽ എനിക്ക് റിജക്റ്റായി. അപ്പീൽ റിജക്ഷൻ ലെറ്ററിലും ഇതേ ജഡ്ജിൻ്റെ തന്നെ ആയിരുന്നു റിമാർക്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ കോപ്പി പേസ്റ്റ് ഈ റിജക്ഷൻ ലെറ്ററിലും എഴുതിയിട്ടതാണ്. യാദൃശ്ചികമായി ഞാൻ ആ അപ്പീലിൽ ഇരുന്ന സബ്ജക്റ്റ് എക്സ്പേർട്സിനെ പിന്നെ ഞാനൊരു വേദിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവരോട് പോയി സംസാരിച്ചപ്പോൾ അവർ മോൾക്ക് അപ്പീൽ കിട്ടിയില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അത് റിജക്റ്റ് ആയല്ലോ ടീച്ചറേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ കുട്ടിക്കാണ് ശുപാർശ എഴുതിയത് എന്ന് പറഞ്ഞു. അവർ എഴുതിയതിൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഉടനെ തന്നെ RTIയിൽ വീണ്ടും പോയി ഈ അപ്പീൽ ജൂറിയുടെ റിമാർക്ക്, അതായത് അവർ ശുപാർശ ചെയ്ത ലെറ്ററിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചു. പക്ഷെ അതവിടെ കാണാനില്ല എന്നൊക്കെയാണ് അവിടെ DD ഓഫീസ് എന്നൊക്കെ പറഞ്ഞത്. ഭയങ്കര മറിമായങ്ങളാണ്. ഗവൺമെൻറ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ പ്രകാരം ഇതൊക്കെ സീൽ ചെയ്ത് കവറിലാക്കി മടക്കി വെക്കേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ DD ഓഫീസിന് എങ്ങനെയാണ് കാണാണ്ട് പോകുന്നതെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ സിനിമയിലൊക്കെ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഈ സംസ്ഥാന കലോത്സവത്തിൽ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നടക്കം എനിക്ക് സംശയമായിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, അങ്ങനെയുള്ള ആൾക്കാർ കാരണം ഒരുപാട് അർഹതപ്പെട്ട കുട്ടികളുടെ പെർഫോമൻസാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എനിക്കറിയില്ല അവരുടെ പവർ എന്താ, എനിക്കതിന് പറയേണ്ടതെന്നുള്ള എനിക്കറിയില്ല. അത് കാരണം ഒരു കുട്ടിയുടെ, ഒരു മൈനറാണ് ഞാൻ, എനിക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ഡോക്യുമെൻ്റ് എടുത്തു തരുമോ അല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒന്നും വേണ്ട, എനിക്ക് കളിക്കാനുള്ള ഒരു അവസരം തന്നാൽ മതി. എനിക്കൊരു 10 മിനിറ്റ് സ്റ്റേജിൽ കളിക്കാനുള്ള ഒരു അവസരം തന്നാൽ മതി. അതുപോലും തരാണ്ട് തന്നെ അത്രയും അവിടുന്ന് തള്ളിക്കളയണം എന്നുള്ളൊരു ഉറപ്പിലായിരുന്നു അവിടെ എല്ലാവരും എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സങ്കടമായത് ഈ വർഷം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI.
അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ മൈ ജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈ ജി ആണ് ഫ്യൂച്ചർ.